പാവസ് നമസ്കാരം. നമസ്കാരം. കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന വന്നു കഴിഞ്ഞപ്പോൾ അറിയാതെ നറുക്ക് വീണ് മന്ത്രിയായ ഒരാളാണ് ജോർജ് കുര്യൻ. കേരളത്തിൽ നിന്നും ക്രൈസ്തവ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി അഥവാ ക്രൈസ്തവ സഭയുൾപ്പെടെയുള്ള ആളുകളുടെ അല്ലെങ്കിൽ സഭകളുടെ പിന്തുണ BJP സർക്കാരിന് കിട്ടുന്നതിന് വേണ്ടി BJPക്ക് കേരളത്തിൽ താമര വിരിയിക്കുന്നതിന് വേണ്ടി ക്രൈസ്തവ സമൂഹത്തെ കൂടെ നിർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗം UDFന് അല്ലെങ്കിൽ LDFന് മാറി മാറി പിന്തുണ കൊടുക്കുന്ന സാഹചര്യത്തിൽ BJPക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തണം. അതിനുവേണ്ടി ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നൊരു മന്ത്രി എന്ന രീതിയിൽ ജോർജ് കുര്യനെ സഹമന്ത്രിയാക്കിയുണ്ടായി. എന്നാൽ ഇപ്പോൾ പുതിയ വാർത്താവിശേഷങ്ങൾ വരുന്നത് ജോർജ് കുര്യൻ മന്ത്രിസ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ കേരളത്തിൽ നിന്നുള്ള മറ്റൊരു സഹമന്ത്രിയായ സുരേഷ് ഗോപി, അത് മത്സരിച്ച് ജയിച്ച സുരേഷ് ഗോപി തൻ്റെ കലാപ്രവർത്തനവും സിനിമാ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. അതിനിപ്പോൾ തൻ്റെ മന്ത്രിസ്ഥാനം തനിക്ക് ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് താൻ രാജിവെക്കും എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിൽ 2 സഹമന്ത്രിമാർ, ഒരാൾ രാജിവെച്ച് കഴിഞ്ഞ് മറ്റൊരാൾ രാജിവെക്കും എന്നൊക്കെ പറയുമ്പോൾ തീർത്തും കേരളത്തിൻ്റെ ഒരു പ്രാതിനിധ്യം കേന്ദ്ര മന്ത്രിസഭയിൽ ഇല്ലാതെ ആവുകയാണ്. ഈ സാഹചര്യത്തിൽ മുൻ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന രാജ്യരക്ഷാ മന്ത്രിയായിരുന്ന AK ആൻ്റണിയുടെ മകൻ അനൂപ് ആൻ്റണിക്ക് നറുക്ക് വീഴും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് ഫവാസ് ഇതിനെ നോക്കിക്കാണുന്നത്? അനൂപ് ആൻ്റണിയാണോ അതോ അനിൽ ആൻ്റണിയാണോ? അനിൽ ആൻ്റണി, ക്ഷമിക്കണം, പേര് മാറിപ്പോയതാണ്. അനിൽ ആൻ്റണി. അനൂപ് ആൻ്റണി BJPയുടെ ആൾ തന്നെയാണ്, അദ്ദേഹം വേറെ ആളാണ് പറയും. അപ്പം എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞ പോലെ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ചുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ എടുക്കുന്നത്. പക്ഷേ അത് BJP കരുതിയ പോലെ ഒരു ഫലവത്തായില്ല എന്നുള്ളത് BJPക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. കാരണം അദ്ദേഹം ഈ പറഞ്ഞ പോലെ നമുക്കറിയായിരുന്നു 2016 രാജഗോപാൽ നിയമത്ത് അക്കൗണ്ട് തുറന്നപ്പം BJP കരുതിയ പോലെ അദ്ദേഹത്തിന് നിയമസഭയിൽ എന്താ പറയുക തിളങ്ങാൻ കഴിഞ്ഞില്ല. അതൊരു സത്യാവസ്ഥയാണ്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ ആ സമയത്ത് LDF സർക്കാർ എടുക്കുന്ന നിയമത്തിൽ LDF സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്നു, ചില സമയത്ത് UDFൻ്റെ കൂടെ നിൽക്കുന്നു. ഇത്തരത്തിലായിരുന്നു അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് എങ്ങനെയാണോ തോന്നുന്നത് അതുമായി ബന്ധപ്പെട്ട് പോകും. പക്ഷേ തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം വോട്ട് ചെയ്ത് മാറ്റി വോട്ട് ചെയ്ത് നമ്മൾ കണ്ടതായിരുന്നു. അപ്പം ഇത്തരത്തിലായിരുന്നു കാര്യം. അപ്പം ഇതേ വിഷയമാണ് ഇപ്പോൾ ജോർജ് കുര്യത്തിൻ്റെ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള നിലപാട് പറയാനോ അല്ലെങ്കിൽ BJP കരുതുന്ന പോലത്തെ ഒരു മതധ്രുവീകരണം കേരളത്തിൽ നടത്താനോ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ പോലെ ഒരാളെ അവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ രാജ്യസഭ കാലാവധി കഴിയാൻ പോവുകയാണ്. അപ്പം അന്നാണ് അദ്ദേഹം രാജിവെച്ചത്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ മന്ത്രി ആരായിരിക്കും എന്നുള്ള വലിയ ചോദിച്ചിട്ടുണ്ട്. മറുവശത്ത് ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപി വലിയ തരത്തിൽ എന്തായാലും സുരേഷ് ഗോപി ജയിച്ചത് ലോക്സഭാ ഇലക്ഷനിലാണ്, മറ്റേത് രാജ്യസഭയാണ്. അപ്പോൾ എന്തായാലും സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഇലക്ഷന് മത്സരിച്ച് വിജയിച്ചൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ സുരേഷ് ഗോപിയും ഈ പറഞ്ഞ പോലെ സാറിന് ഓർമ്മയുണ്ടാവും, വന്ന് ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് എൻ്റെ പിന്നാലെ കുറേ പേനുണ്ടാവും, നിങ്ങൾക്ക് എന്താ പറയുക ശിഷ്യന്മാർക്ക് വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ വേനി പോകുന്നു, ഞാൻ സിനിമ അവിടെ ഇരുന്ന് ഞാൻ ചെയ്യുന്നുണ്ടാവും, നിങ്ങളെൻ്റെ ശിഷ്യന്മാരെ കാണുന്നു, അവർ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നു. ഇത്തരത്തിലൊക്കെ ആയിരുന്നു സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ജയിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം കൊടുത്തത്. ഞാനും വിചാരിച്ച വലിയ കുഴപ്പമില്ലാത്ത മന്ത്രിസ്ഥാനമൊക്കെ കൊടുക്കും സുരേഷ് ഗോപിക്ക് എന്നായിരുന്നു എൻ്റെ ധാരണ. സുരേഷ് ഗോപി ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അദ്ദേഹം പോലും അങ്ങനെ വിചാരിച്ചിരുന്നത്. അതിൻ്റെ പേരിലാണ് അദ്ദേഹം ആ സാധനമൊക്കെ പറഞ്ഞത്. ക്യാരവാൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. അദ്ദേഹം ക്യാരവാനിലിരിക്കും, രണ്ടാമത് വേറൊരു ക്യാരവാൻ ഉണ്ടാവും, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളും പ്രശ്നങ്ങളും ആ ക്യാരവാനിൽ പോയി പറയുന്നു, അവിടുന്ന് ആ സാധനം സോർട്ട് ഔട്ട് ചെയ്ത് എൻ്റെ അടുത്ത് എത്തുന്നു, ഞാനതിൽ നിലപാടെടുക്കുന്നു. ഇത്തരത്തിലൊക്കെയായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് ക്യാബിനറ്റ് സഹമന്ത്രി പദവി കിട്ടി എന്നല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും അദ്ദേഹത്തിനില്ല. അതോടുകൂടി അദ്ദേഹം ഡിസപ്പോയിൻ്റ് ആയി എന്നുള്ളത് സത്യമാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല. അദ്ദേഹം പലപ്പോഴായിട്ട് പറയുന്നു, ഞാൻ അമിത്ഷായോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, മോദിയോടും എനിക്കിതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അദ്ദേഹം എന്നെ നിർബന്ധിച്ച് നിർത്തുകയാണ്. മോദി നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ സഹമന്ത്രി സ്ഥാനത്ത് നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിനെതിരെ BJPക്കാർ പോലും പരസ്യമായി രംഗത്ത് വരുന്നതൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. എന്നിരുന്നാൽ പോലും ഇപ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപി പറഞ്ഞ താൻ സിനിമയിലോട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പോകുന്നതാണ്, അതുകൊണ്ട് ഈ സഹമന്ത്രി സ്ഥാനത്ത് എനിക്ക് വേണ്ട, താനൊരു MP എന്നുള്ള നിലക്ക് തൃശ്ശൂർ പ്രവർത്തിക്കും, അതുപോലെ തന്നെ സിനിമ പ്രവർത്തനത്തിലോട്ട് നീങ്ങുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഒരു വശത്ത് കൊടുത്ത ആൾക്കാരെല്ലാം ഇതൊഴിയുന്നു, മറുവശത്ത് ആരിലോട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അനിൽ ആൻ്റണിയെ കൊണ്ടും വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ കേരള രാഷ്ട്രീയത്തെ വല്ലാണ്ട് ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവല്ല. സമകാലികം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നേരത്ത് അങ്ങനെ BJPക്ക് ഒരാളെ കൊണ്ടുവരാൻ പറ്റുന്നത് അത് ഷോൺ ജോർജ് ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ വോട്ട് വല്ലാണ്ട് പിടിച്ചിട്ടില്ലെങ്കിൽ ഒരു പരിധി വരെ പല കേസുകളിലും മുമ്പോട്ട് കൊണ്ടുപോകാനും കൃത്യമായ നിലപാടെടുക്കാനും ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരനേക്കാൾ കൂടുതലുപരി മാധ്യമങ്ങളും മാധ്യമങ്ങളും ചർച്ച
ചർച്ച ചെയ്യുന്ന ഒരു നേതാവായി ഷോൺ ജോർജ് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം തീർച്ചയായും. കാരണം ഇപ്പോൾ ഞാൻ ഇടകളിൽ കയറി പറഞ്ഞതല്ല, ഇപ്പോൾ CMR എക്സാലോജിക്ക് ഉൾപ്പെടെയുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ പ്രബുദ്ധതയോടുകൂടി ഒരു വിഷയത്തിൽ ഇടപെടുകയും ആ വിഷയത്തിൻ്റെ പുറകെ ഏതറ്റം വരെ പോയി സഞ്ചരിച്ച് തൻ്റെ നിലപാടുകളായിരുന്നു ശരി, അതിന് വേണ്ട രീതിയിൽ നിയമ അന്വേഷണ ഏജൻസികളെയെല്ലാം അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിയമത്തിൻ്റെ വഴിക്ക് തന്നെ അത്തരത്തിൽ ചില നീക്കങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ യുവ നേതാവ് എന്ന രീതിയിൽ ഷോൺ ജോർജ് എടുത്തു പറയേണ്ട ഒരു പേരുകാരൻ തന്നെയാണ്. അദ്ദേഹത്തെ ശ്ലാഘിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ ഈ നമ്മൾ പറയുമ്പോൾ മന്ത്രിസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ഇത്തരത്തിലുള്ള ഭരണപരമായ ഔദ്യോഗിക സ്ഥാനങ്ങളൊക്കെ പങ്കുവയ്ക്കപ്പെടുമ്പോൾ മറ്റു പല വീതം വയ്ക്കലുകൾ അവിടെ ഉണ്ടാവും, മറ്റേതെങ്കിലുമൊക്കെ സമവാക്യങ്ങളായിരിക്കും പരിഗണിക്കപ്പെടുക. എന്തായാലും ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഷോൺ ജോർജിനെ ആയാലും അനിൽ ആന്റണി ആയാലും മന്ത്രിയാക്കണമെന്നുണ്ടെങ്കിൽ രാജ്യസഭയിൽ നിന്ന് മത്സരിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെ തന്നെ അത് BJPക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. കോൺഗ്രസ് തന്നെ ഇപ്പോൾ സ്വന്തം പ്രവർത്തകരുടെ നോമിനേഷൻ കൊടുക്കുന്നതിൽ പോലും വലിയ തെറ്റ് പറ്റിയത്. അപ്പം അവർ എങ്ങനെയാണ് ABCD എഴുതാൻ പഠിക്കുക എന്നുള്ള തരത്തിലുള്ള ഇപ്പോൾ കോൺഗ്രസ് നടക്കുന്നത്. കാരണം പ്രവർത്തകരുടെ പേര് എഴുതിൽ വലിയ തരത്തിൽ തെറ്റുണ്ടാകുന്നു, പലതരത്തിലും തെറ്റുണ്ടാകുന്നു. അപ്പം കൊടുത്തിട്ട് പല ജാർഖണ്ഡിലടക്കം ജാർഖണ്ഡ് മുക്തി മോർച്ചയും RJD ഉള്ള പല നേതാക്കന്മാരും കോൺഗ്രസിനെ വരെ വോട്ട് ചെയ്യുന്നില്ല. അവർ സുഖമായിട്ട് ജയിക്കുന്ന സ്ഥലത്ത് പോലും. അപ്പോൾ കോൺഗ്രസ് ബീഹാറിലും ജാർഖണ്ഡിലും പല സ്ഥലത്തും രാജ്യസഭ MP-മാരെ തോൽക്കുന്ന സ്ഥലത്തോട്ട് വരെ പോകുന്നു, ഈവൻ കർണാടകയിൽ പോലും. അപ്പോൾ കോൺഗ്രസ് അതിൻ്റെ ഒരു തിരക്കിലാണ്. സ്വാഭാവികമായിട്ടും BJPക്ക് കൂളായിട്ട് എടുക്കാൻ പറ്റുന്ന നേതാക്കന്മാരാണ്. എങ്ങനെ വന്നാലും ഇവിടെ സുഖമായിട്ട് അവർക്ക് ജയിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പം എനിക്ക് തോന്നുന്നില്ല ഇത് വലിയ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ജയിപ്പിച്ചെടുക്കാനുള്ളത്. കാരണം ഇത് ഡയറക്റ്റ് ഇലക്ഷനല്ലേ, രാജ്യസഭയല്ലേ. അപ്പം ഇൻഡയറക്റ്റ് ഇലക്ഷനാണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും BJP ഇത് ജയിപ്പിച്ചെടുക്കും. പക്ഷേ ആരെന്നുള്ള വലിയ ചോദ്യം ഉണ്ട് അവിടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പേഴ്സണലി ഒരു പ്രിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഈ പറഞ്ഞ പോലെ ഷോൺ ജോർജിനായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുക. കാരണം ഈ പറഞ്ഞ പോലെ അനിൽ ആന്റണിയെ കൊണ്ട് വലിയ തരത്തിലുള്ള നേട്ടമൊന്നും ഈ പറഞ്ഞ പോലെ BJPക്ക് ഉണ്ടായിട്ടില്ല. അദ്ദേഹം അച്ഛന് കുറച്ച് കഴിവുണ്ടായിരുന്നുകൊണ്ട് മകനാ സാറിനെ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പം ആ ഒരു കഴിവ് എനിക്ക് തോന്നിയിട്ടില്ല അനിൽ ആന്റണിക്ക് ഉണ്ട് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവർത്തിയിലൊന്നും എനിക്ക് ആ സാധനം തോന്നിയിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ PC ജോർജിൻ്റെ മകൻ PC ജോർജ് പറഞ്ഞ പോലെ ഞാൻ അത്ര അംഗീകരിക്കുന്ന ഒരാളൊന്നുമില്ല. പലപ്പോഴും BJPയോട് എനിക്ക് പൊളിറ്റിക്കലി ഐഡിയോളജിക്കലി ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ BJP നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പരിധി വരെ വോട്ട് സമ്മാനിക്കാൻ കഴിവുള്ള നേതാവ് തന്നെയാണ് ഷോൺ ജോർജ്. അതുകൊണ്ട് ഞാൻ BJP ഞാൻ പ്രിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ BJPക്ക് ഏറ്റവും പറ്റിയ നല്ല ചോയ്സ് അത് പറഞ്ഞ പോലെ ഷോൺ ജോർജ് തന്നെയായിരുന്നു. അല്ല, കേരളത്തിൽ നിന്നിപ്പോൾ നമ്മളങ്ങനെ ഒരാളെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനിൽ ആന്റണിയും ഷോൺ ജോർജും തമ്മിലുള്ള അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ തീർച്ചയായും സ്വാഭാവികമായും ഷോൺ ജോർജ് തന്നെയായിരിക്കും അതിന് ഏറ്റവും അനുയോജ്യൻ എന്നുള്ളത് സമകാലീന രാഷ്ട്രീയ സംഭവങ്ങൾ കാണുമ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മറ്റു പല സമവാക്യങ്ങൾ പരിഗണിച്ചിട്ടായിരിക്കുമല്ലോ ഇത്തരം കാര്യങ്ങളിലേക്ക് അവർ ചെന്നെത്തുക. കേന്ദ്ര സർക്കാർ അങ്ങനെയുള്ള സമവാക്യങ്ങൾ കേരളത്തിൽ നിന്ന് സ്വീകരിക്കുമെന്നുള്ളത് അറിയില്ല. എങ്കിലും കേരളത്തിലെ തലമുതിർന്ന BJP നേതാക്കന്മാരുടെ തലതൊട്ടപ്പന്മാരുടെ എല്ലാം എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ആരെയെങ്കിലും അവർ അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുകയില്ല എന്നുള്ള അറിയില്ല. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം കൊടുത്തപ്പോഴും ഈ മുറുമുറുപ്പെല്ലാം നമ്മൾ കണ്ടതാണ്. അതുപോലെ ഈ ജോർജ് കുര്യനിലേക്കും ഈ മന്ത്രിസ്ഥാനം എത്തിയപ്പോഴും നമ്മൾ ഈ മുറുമുറുപ്പ് കണ്ടതാണ്. പക്ഷേ ജോർജ് കുര്യനെ സംബന്ധിച്ചിടത്തോളം V മുരളീധരൻ്റെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു പിന്തുണ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം തുടക്കക്കാരൻ എന്ന രീതിയിൽ അനിൽ ആന്റണിയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ കേരളത്തിലുള്ള തലമുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം തേടുകയാണെങ്കിൽ ഇവർക്ക് ആർക്കായിരിക്കും മുൻഗണന കിട്ടുക എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എനിക്കെന്തായാലും തോന്നുന്നില്ല BJPയുടെ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല കേരളത്തിലെ ഇലക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതും ഇവിടുത്തെ സമവാക്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതും. അതുകൊണ്ടായിരിക്കാം അവരൊരു പക്ഷേ എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് BJPയുടെ വളർച്ചയ്ക്ക് ഒരു പരിധി നില ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് അത് നമ്മൾ ഉള്ളിസുര എന്ന് പറയുന്ന സുരേന്ദ്രനെ കൊണ്ടാണ്. കാരണം ഒന്നുമല്ലാത്ത BJP ഈ പറഞ്ഞ പോലെ 18-16% എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ കാലയളവിൽ തന്നെയാണ്. അപ്പം അദ്ദേഹത്തെ ആ വിഷയത്തിൽ ഒരിക്കലും പൊളിറ്റിക്കലി ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നില്ല, രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പ്. പക്ഷേ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഐഡിയോളജിയും ധർമ്മതയൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരു പരിധിവരെ BJPയെ മുമ്പോട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ വെട്ടിയൊതുക്കിക്കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരുന്നത്. രാജീവ് ചന്ദ്രശേഖരന് എന്ത് കഴിവാണെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന് ഉണ്ട് ഒരുപാട് പൈസയുടെ ടെക്നോക്രാറ്റിക്കാണ്, ഒരുപാട് സാമ്പത്തികമുണ്ട്. പക്ഷേ അതൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ സുരേന്ദ്രൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ സുരേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിത്തട്ടിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള നേതാവാണ്, അടിത്തട്ടിൽ ആൾക്കാരെ മൊബിലൈസ് ചെയ്യാനുള്ള നേതാവാണ്. പൈസയുടെ പ്രശ്നം അദ്ദേഹത്തിനുണ്ട്. അത് പല നേതാക്കന്മാരും ശോഭാ സുരേന്ദ്രനും ഈ വിഷയത്തിന് ഇത്ര നല്ല ശോഭാ സുരേന്ദ്രൻ്റെ പ്രത്യേകത എവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാലും ആ വോട്ട് എങ്ങനെ ഒരു 10,000 അല്ലെങ്കിൽ 20,000 വർദ്ധിപ്പിക്കാൻ കഴിവുള്ള നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അത് ഏത് മത്സരത്തിൽ കൊണ്ടുപോയിട്ടാലും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ അവർ 1,12,000 വോട്ടാണ് കൂടുതൽ. അതായത് KS രാധാകൃഷ്ണൻ മത്സരിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വന്ന തെരഞ്ഞെടുപ്പിലാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിക്കുന്നത്. ആ മത്സരത്തിൽ 1,12,000
50,000 വോട്ട് കൂടുതൽ പിടിച്ചു. അപ്പോൾ എവിടെ നിന്നാലും തദനുസരിയായ വോട്ട് കൂടുതൽ പിടിക്കാൻ കഴിയുന്നൊരു നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. പക്ഷേ ദേശീയ നേതൃത്വത്തിലേക്കൊക്കെ BJPക്ക് കേരളത്തിൽ നിന്ന് എടുത്തു കാണിക്കാൻ പറ്റിയ നേതാവ് തന്നെയാണ്. പക്ഷെ അവിടെയും നടക്കുന്നത് അവരുടെ ഈ പരസ്പരമുള്ള തൊഴുത്തിക്കുത്തും ചവിട്ടലും തന്നെയാണ് ആ നേതാവിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. ഇവിടെ ഇപ്പോൾ ജോർജ് കുര്യൻ രാജിവെച്ച ആ ഒരു സ്ഥാനത്തേക്ക് ഒരു ക്രൈസ്തവ വിഭാഗത്തിലൊരു മന്ത്രി പരിഗണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും യുവ വിഭാഗത്തിൽ നിന്നൊരു മന്ത്രി ആയിരിക്കണം എന്ന് പറയുമ്പോൾ അത് ഷോൺ ജോർജിനെ ആണെങ്കിൽ കുറച്ചും കൂടി BJPക്ക് ഒരു മേൽക്കൈ കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഫയറിംഗ് ബ്രാൻഡാണ് അദ്ദേഹം. നന്നായിട്ട് കാര്യങ്ങൾ ഇപ്പോൾ കറന്റ്ലി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്ന BJP നേതാക്കന്മാരിൽ ഒരാൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ CMR എസാലോചിക്ക് വിഷയം ഇങ്ങനെ ED അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഷോൺ ജോർജിലെ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള ഒരു പങ്ക് വലിയൊരു പങ്ക് തന്നെയാണ്. ഷോൺ ജോർജിൻ്റെ പങ്ക് അതിൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, എങ്ങനെയാണ് നാട്ടിലെ വിഷയങ്ങളിൽ ഒരു അഴിമതിക്കാര്യത്തിൽ പക്വതയോടുകൂടി സംസാരിച്ച നേതാവ് കൂടിയാണ് ഷോൺ ജോർജ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ രീതിയിലൊക്കെ ഷോൺ ജോർജിലേക്ക് ചെന്നെത്താവുന്നതാണ്. ഇനിയിപ്പോൾ അവരുടെ തീരുമാനങ്ങൾ എങ്ങനെയാണെന്നുള്ളതും നമുക്കറിയില്ലല്ലോ. എന്തായാലും BJPക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഈ പറഞ്ഞ പോലെ ശോഭാ സുരേന്ദ്രനുണ്ട്, അതേപോലെ സുരേന്ദ്രനുണ്ട്, പല നേതാക്കന്മാരും, V മുരളീധരനുണ്ട്. ഇപ്പോൾ മുരളീധരൻ ഒരു തവണ മന്ത്രിയായതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ പരിഗണിക്കുന്ന അറിയില്ല. അതെ, V മുരളീധരൻ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നല്ല നേതാവ് തന്നെയാണ് അദ്ദേഹം. ഈ പറഞ്ഞ പോലെ കടന്നാക്രമിക്കുന്നു, പക്ഷെ ഉള്ളത് നല്ല കൃത്യതയോടെ ഭയങ്കര ഷാർപ്പായിരിക്കും അദ്ദേഹത്തിന്റെ സൗമ്യമുഖമാണ്. അതെ, സൗമ്യമുഖിയാണ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് പറയുന്നില്ല, വളരെ കുറച്ച് കാര്യം പറയുള്ളൂ, പക്ഷെ പറയുന്നതിൽ പിൻ പോയിന്റ് ആയിരിക്കും, ഭയങ്കര ആക്യുറേറ്റ് ആയിരിക്കും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള പല നേതാക്കന്മാരും ഉണ്ട്. പക്ഷേ BJP എപ്പോഴും വലിയ തരത്തിലുള്ള മണ്ടത്തരങ്ങൾ പോയി ചാടുന്നതാണ്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയുടെ കാര്യത്തിൽ. ഇപ്പം നമ്മൾ കണ്ടതാണ് രാജീവ് ചന്ദ്രശേഖരനൊക്കെ മലയാളം പോലും നേരെ സംസാരിക്കാൻ അറിയാത്ത ആളെ പോയിട്ട് പാർട്ടി അധ്യക്ഷനായിട്ട് കുറച്ചുകൂടിയൊക്കെ അദ്ദേഹം മെച്ചപ്പെടുത്തിയിട്ടോ മലയാളം. അത് ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിരിക്കും അദ്ദേഹം വളർന്നതും കാര്യങ്ങളും. കേരളയിട്ട് ആയിരിക്കാം, പക്ഷേ വളർന്നതും പ്രവർത്തിച്ചതൊക്കെ അവിടെ ആയിരിക്കും. അതുകൊണ്ട് മലയാളത്തിൻ്റെ പ്രശ്നം. പിന്നെ ബാക്കി ലാംഗ്വേജ് പോലെ മലയാളം പെട്ടെന്ന് സ്വാർത്ഥമാക്കാൻ പറ്റുന്ന ഒന്നല്ല. അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഭൂപ്രകൃതിയും കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയും അറിയുന്ന ആളായിരിക്കണം. അതിൽ യാതൊരു തർക്കമില്ലല്ലോ. അപ്പം അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും അണികളുടെ പ്രവർത്തകരുടെ ആവശ്യം അത് തന്നെയാണ്. അപ്പോൾ ഈ ഇവിടുത്തെ പൾസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാത്ത തീരുമാനം വരികയാണെങ്കിൽ അത് ഏത് തരത്തിൽ പ്രതികരിക്കും ജനം എന്നുള്ളത് അറിയില്ല. പിന്നെ BJPയുടെ എല്ലാ കാലത്തെയും ഒരു രീതി അങ്ങനെയായിരുന്നു. നമ്മൾ രാഷ്ട്രപതി ആയിട്ടും അമ്പരപ്പിച്ചുകൊണ്ടാണ് ദ്രൗപദി മുർമുവിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. പലരും പല പേരൊക്കെയാണ് പറയപ്പെട്ടിരുന്നത്. പക്ഷേ അവസാന നിമിഷം മാറി മറിഞ്ഞ് ദ്രൗപദി മുർമുവിലേക്ക് രാഷ്ട്രപതി സ്ഥാനം എത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്നൊരു തീരുമാനം തന്നെയായിരുന്നു. അതുപോലെ ഇപ്പോൾ കേരളത്തിൽ നിന്നും വീണ്ടും ഒരു കേന്ദ്ര സഹമന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ അത് ആരായിരിക്കും എന്നുള്ളത് അവരുടെ തീരുമാനം ഒരുപക്ഷെ നമ്മളെല്ലാവരും ഞെട്ടിക്കാം. പക്ഷേ നമ്മളോട് വ്യക്തിപരമായ ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നൊരു മന്ത്രിയാണ് തേടുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷോൺ ജോർജ് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. ഷോൺ ജോർജ് കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ ഒരു വാർത്ത കൊടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ BJPയുടെ അനുഭവം കൊണ്ടുള്ള അതുകൊണ്ട് പറയുന്നതല്ല. ഫവാസ് പറഞ്ഞാൽ അവരുടെ ഐഡിയോളജി നമ്മുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയൊക്കെ വേറെയാണ്. പക്ഷേ അവരുടെ കഴിവിനെ നമ്മൾ അർഹതയുള്ള ആൾ എന്ന രീതിയിൽ തീർച്ചയായും ഷോൺ ജോർജ് അതിന് ആപ്റ്റായിട്ടുള്ളൊരു പേഴ്സൺ തന്നെയാണെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം.